ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. ഓറഞ്ച് പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഓറഞ്ച് ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഷുഗർ സിറപ്പിൽ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് തന്നെ വെള്ളവും ചേർക്കാം. ഓറഞ്ച് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഉള്ളൊരു പാത്രം എടുക്കണം. സ്ലൈസ് ചെയ്തിട്ടുള്ള ഓറഞ്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. നന്നായിട്ട് തിളച്ച് ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഈ ഓറഞ്ചിൻ്റെ ആ ഒരു കയർപ്പ് ടേസ്റ്റൊക്കെ ഈ ഷുഗർ സിറപ്പിൽ കിടന്നിട്ട് മാറി കിട്ടണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തിട്ട് പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം. ഞാൻ ഇതേപോലുള്ള ചെറിയ ഡിസ്പോസിബിളായിട്ടുള്ള ബൗളുകളാണ് എടുത്തിട്ടുള്ളത്. അല്ലാതെ വലിയൊരു ട്രേയിലേക്ക് ഇതേപോലെ ഈ സ്ലൈസ് ആയിട്ടുള്ള ഓറഞ്ച് നിരത്തി വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് പുഡിങ്ങിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ ബാക്കി ഇതിലുള്ള ആ സിറപ്പ് മറ്റൊരു ബൗളിലാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇത് ലാസ്റ്റ് പുഡിങ് സെറ്റായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഓറഞ്ചിൻ്റെ നല്ല ഫ്ലേവറുള്ള സിറപ്പാണ്. അപ്പോൾ പുഡിങ് റെഡിയായി കഴിയുമ്പോൾ ഇതുകൂടി ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുള്ള വെള്ളമാണ്. ഇതിലേക്ക് ഒരു സാക്കറ്റ് ജെലാറ്റിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് 1 ടേബിൾ സ്പൂണും കുറച്ചും കൂടി ഉണ്ടാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഓറഞ്ച് നീര് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സിയിൽ അടിച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് അല്ല, അല്ലാതെ കൈകൊണ്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയതാണ് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ ആ വെള്ള ഭാഗം ഇല്ലാതെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. 1 കപ്പ് വരെ ചേർക്കാവുന്നതാണ്. നല്ല മധുരം വേണമെങ്കിൽ 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ചേർക്കണം. ഇനി ഇതിലേക്ക് തൈരാണ് ചേർക്കുന്നത്. 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. ഇത് വെള്ളമില്ലാതെ നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ജെലാറ്റിനോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഓറഞ്ച് സ്ലൈസ് ചെയ്തത് നമ്മൾ തണുക്കാൻ വെച്ചതൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഈ പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു 4 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. നമ്മൾ ഫ്രീസറിലേക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതേപോലെ മുകൾ ഭാഗം അത്ര സ്മൂത്തായിട്ട് കിട്ടില്ല. അതേസമയം ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂറൊക്കെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് തന്നെ കിട്ടും. മുകൾ ഭാഗമൊക്കെ നല്ലതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള സിറപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ഓറഞ്ചിൻ്റെ നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത്. താങ്ക് യു.